ഹലോ, വെൽക്കം ടു ആൽഫീസ് വേൾഡ്. ഞങ്ങളൊരു ദിവസം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് പോയൊരു സ്ഥലമാണ് അരീക്കൽ വാട്ടർഫാൾസും അരീക്കൽ കേവും. അരീക്കൽ വാട്ടർഫാൾസ് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നിന്നൊരു ഒരു മണിക്കൂറാണ് ഞങ്ങൾക്ക് എടുത്തത് പോകാനായിട്ട്. ഇത് ശരിക്കും ഒരു പഴയ വീഡിയോ ആണ്, ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത്, അതുകൊണ്ട് ഇപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അരീക്കൽ കേവിലോട്ട്, അരീക്കൽ വാട്ടർഫാൾസിലോട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ഇത് കുറേ സ്റ്റെപ്പ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങണം. അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ പേടിയായി ആൽഫിക്കുട്ടനെ എങ്ങനെ ഇറക്കുമെന്ന്. പക്ഷേ ആൽഫിക്കുട്ടനെ പതുക്കെ അപ്പയും വിജയങ്ങളും കൂടെ പിടിച്ച് പതുക്കെ അവൻ എല്ലാ സ്റ്റെപ്പും ഇറങ്ങി താഴെ എത്തി. അവന് സന്തോഷമായി. നല്ല സ്ഥലമാണ് കാണാനായിട്ട്. അപ്പോൾ കുറേ പടികളുണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം. ഇങ്ങനെ കുട്ടിപ്പട്ടാളംസൊക്കെ വേഗം ഓടി താഴെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് എടുത്ത തീരുമാനമായതാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല വെള്ളമുള്ള സമയമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ട് വന്നത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഇതേ വെള്ളം കുറവാണ്. എന്നാലും ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിന് ഇറങ്ങി കളിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ആദ്യം എത്തിയത്, അതുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു. ആൽഫിക്കുട്ടൻ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണമായ ആൾക്ക്. അപ്പോൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയില്ല, ആളവിടെ പടിയിലിരുന്നതേ ഉള്ളൂ. കളിച്ചോ ഫോണിലോട്ട് അങ്ങനെ അവിടുത്തെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അരീക്കൽ കേവ് കാണാനായിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ വലിയ കൂറ്റൻ മരങ്ങളാണ് നിറച്ച്. എനിക്കൊന്ന് പണ്ട് തൊട്ടുള്ള മരങ്ങളായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ അത് കാരണം ആൽഫീനെയും ഇറക്കിയില്ല, നമ്മുടെ ഗോവനെ ഇറക്കിയില്ല. അവർ രണ്ടുപേരും മുകളിലിരിക്കുകയാണ്. അവർക്ക് കൂട്ടായിട്ട് അപ്പയും വിജയങ്ങളും അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ബാക്കി എല്ലാവരും താഴോട്ട് വന്നു. ഈ മരം കണ്ടോ, എന്ത് വലിയ മരമാണെന്നറിയോ. ഇതിൻ്റെ വേരിനിടയിൽ കൂടിയാണ് ഈ കേവ് എന്നാണ് പറഞ്ഞു കേട്ടെ. താഴോട്ട് പോയാൻ പടികളൊന്നുമില്ല, ഇതുപോലെ ഇങ്ങനെ ചരലും മണ്ണുമാണ്. അപ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം. ഈ ചെറിയ ഗുഹ പോലെ ഒരെണ്ണം താഴെ കാണുന്നുണ്ട്. അവിടെയൊക്കെ സാധാരണ വെള്ളമുള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവുന്ന മുകളിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പറഞ്ഞത് കാരണം നിറച്ചിങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ചെറിയൊരു നീരുറവ് പോലെ അവിടെ ഉള്ളൂ. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളംസൊക്കെ പതുക്കെ ആ ഗുഹയിലോട്ട് കയറാനുള്ള പരിപാടിയിലായിരുന്നു. അവർ പതുക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ മെർനാൻഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതേ പതുക്കെ വേരുമ്മ ചവിട്ടി കയറുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളംസൊക്കെ മുകളിൽ കയറിയിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയായി. നല്ല ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ കാണാനായിട്ട്. എനിക്ക് മുകളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, അപ്പയും വിജയങ്ങളും താഴെ വന്നില്ല. അവർ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങളെ താഴോട്ട്. അങ്ങനെ അങ്കിളും മുകളിലെത്തി. അങ്കിളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുന്ന ഒരു അംഗമായിരുന്നു. അതിനും മെർനാൻഡി തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. പതുക്കെ ഓരോരുത്തർ ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. കയറാൻ എളുപ്പമായിരുന്നു എന്ന് അവർ പറഞ്ഞു, തിരിച്ചിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് കാലങ്ങടെ എത്താത്ത പോലെ. എന്നാലും അവർ ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു.
വീരൻ ആദ്യം താഴെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവൻ ആ വെള്ളത്തിൽ കളിക്കാനായിട്ട് പോവുക. ആ മുകളിൽ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞത് ഈ പാറകളുടെ മുകളിൽ കൂടിയൊക്കെ വെള്ളം പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് കയറുമ്പോഴും നല്ല രസമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. അങ്ങനെ ദേ അടുത്ത ആൾ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങുവാണ്. ലാസ്റ്റ് അങ്കിളും ഇറങ്ങുകയാണ്. പതുക്കെ അവർ ഇറങ്ങി താഴെ എത്തി. അങ്ങനെ അവരെല്ലാം ഗുഹയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ താഴോട്ട് നടന്നു. അവിടെ ചെറിയ സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അവിടെയായിട്ടൊരു കുളം പോലെ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ഗവൺമെൻറ് തന്നെ കുഴിച്ചൊരു കുളമാണെന്ന് പറയുന്നത്, ഈ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട്. മരം കണ്ടോ, ഇത് വലിയ മരമാണെന്നറിയോ. ഇതിൻ്റെ താഴെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രകൃതിയെ നശിപ്പിക്കാണ്ട് നല്ല രസമായിട്ട് അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു സ്ഥലമാണ്. ശരിക്കും വെള്ളമുള്ള സമയമാണെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ, ഒരു 1 ഡേ ട്രിപ്പ് വന്ന കുട്ടികളെയും കൊണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു, ബൈ.